ഹലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് ലേറ്റായി വന്നിട്ട് പെട്ടെന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നോമ്പ് തുറന്നൊരു വീഡിയോ കാണിച്ചില്ലേ. അപ്പം അന്നത്തെ രാത്രിത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ട് പോവാണ് പതിവ്. പക്ഷേ ഇന്നത് മറന്നു പോയതുകൊണ്ട് നമ്മൾ കുക്കറിൽ ചോറ് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേര് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഒരു 1-1.25 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ, ഇത് വെള്ളരി ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്, അപ്പോൾ ഒരു 4-5 വിസിലിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് കിട്ടി വാർത്ത് വെച്ചിട്ട് വേണം നമുക്ക് കറിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പോവാൻ. അപ്പം നമ്മൾ രാത്രി എന്നും ചോറ് തന്നെയാണ് കഴിക്കാറ്. നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കും അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിക്കും. അപ്പോൾ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അത് കുക്കറിൽ എനിക്ക് വടിക്കാൻ കുറച്ച് പേടിയായതുകൊണ്ട് ഇക്കാക്ക എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. കുക്കറിൽ നിന്നല്ല, ചോറ് കലത്തിൽ വെച്ചാൽ ഇക്കാക്ക തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ജംഗ്ഷൻ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് വാങ്ങിക്കാറുള്ളത്, പക്ഷേ ഇന്ന് കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. അപ്പം ഞങ്ങൾ അതാ മീൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ മീനുണ്ട്. അപ്പോൾ കുറേ നേരം ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഞങ്ങൾ അവസാനം അയല വാങ്ങാനെന്നുള്ള തീരുമാനത്തിൽ. അങ്ങനെ 1/2 കിലോ അയല 4 എണ്ണമാണ് ഉണ്ടായത്. അപ്പോൾ ലേറ്റ് ആയെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ വിചാരിച്ചു. ഒരു മൾട്ടി ടാസ്കറാണ് നമുക്ക് മീൻ നന്നാക്കി തരുന്നത്. ആ ചേട്ടൻ ഒരു വശത്ത് കൂടെ ഫോൺ ചെയ്യുന്നു, മറുവശത്ത് കൂടെ മീൻ നന്നാക്കുന്നു ഗൈസ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് 4 അയിലയും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്തോരം സമയം എടുക്കൂലേ. അപ്പോൾ ഇതാ ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ, കുറേ ടൈപ്പ് നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ 1/2 കിലോ അയിലക്ക് നമുക്ക് 120 രൂപയാണ് ആയിരിക്കുന്നത്. അപ്പോൾ കാശൊക്കെ കൊടുത്ത് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു. ഇനി കുറച്ച് പച്ചക്കറി വേണം. അപ്പോൾ ഇന്ന് നമ്മൾ തോരൻ വെക്കാനായിട്ട് ക്യാബേജാണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഒരു കുഞ്ഞ് ക്യാബേജ്. അപ്പോൾ നമ്മൾ രണ്ടുപേരുള്ളത് കൊണ്ട് ഏറ്റവും ചെറുത് നോക്കി ഒരെണ്ണം എടുത്തപ്പോൾ ദാ അതിൻ്റെ അടിഭാഗം എന്തോ മുറിച്ച് കളഞ്ഞ പോലെ ഇരിക്കുന്നു. അപ്പോൾ അത് നമ്മളവിടെ മാറ്റി വെച്ചിട്ട് ദൈവനെ അങ്ങോട്ട് പൊക്കി. ഇത് തന്നെ നമുക്ക് ഒരു ആഴ്ചത്തേക്കുള്ളത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഇഞ്ചിയും 2 പച്ചമാങ്ങയും വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് 2 മീൻ പൊരിക്കാനും 2 മീൻ കറി വെക്കാനായിട്ട് എടുത്തു. അപ്പോൾ പൊരിക്കാനുള്ളതൊക്കെ മസാല വെട്ടാനായിട്ട് വരഞ്ഞ്, മസാല നമ്മളിപ്പോൾ പറ്റില്ല കാരണം ഇന്ന് നമ്മൾ മീൻ കറി വെക്കുന്നത്. അപ്പോൾ പൊരിക്കാനുള്ളത് നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ മീനിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. 2 ദിവസമൊക്കെ ഇരുന്നോളും. മീന് ചൊവ്വ വ്യത്യാസമൊന്നും വരില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നമ്മുടെ മീനിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് മീൻ, അങ്ങനെയാണ് മീനിലൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കൂ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീൻ 2 ദിവസമൊക്കെ ഇരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 2-3 ദിവസമൊക്കെ ഇരിക്കും, പക്ഷെ നമ്മളങ്ങനെ ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. അങ്ങനെ ക്യാബേജൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ കത്തി യൂസ് ചെയ്തിട്ട് അരിയാറ്, ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാറാണ്. അപ്പോൾ ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനേ. പെട്ടെന്ന് നമുക്ക് നല്ല എളുപ്പമുണ്ട്. പക്ഷേ ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് എപ്പോഴും കത്തി കൊണ്ട് അരിയണം. അപ്പോൾ വേറൊരു ഷേപ്പിലായിരിക്കില്ല വരുന്നത്. നമ്മൾ ഈ ഷെഫ് ഒക്കെ പറയൂലേ, പല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തതിനും പല ടേസ്റ്റ് ആയിരിക്കും. അത് ഭയങ്കര ശരിയാണെന്ന് എനിക്ക് തോരൻ കഴിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ക്യാബേജിലേക്ക് എന്താ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും നൈറ്റ് ഇൻ മൈ ലൈഫ് എന്നാണല്ലോ നമ്മുടെ വീഡിയോയുടെ പേര്, അതുകൊണ്ട് എല്ലാം ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇത് ഇട്ടിട്ട് ഇളക്കി അവിടെ മൂടി കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ മീൻകറി വെക്കാനായിട്ട് പോവാണ്. ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഈ മീൻകറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു, പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തു, പിന്നെ അരപ്പൊക്കെ ഒഴിച്ച് അവൻ തിളക്കാറായപ്പോൾ നമ്മൾ പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, കുടംപുളിയല്ല. തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ മീൻകുട്ടന്മാർ ഇട്ട് കൊടുക്കും, പിന്നെ അതൊന്ന് മൂടി വെക്കും, അത്രേ ഉള്ളൂ. മീൻ തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും. വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് താളിച്ചെടുക്കാം, പക്ഷെ ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി വേവാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ബാക്കി വന്ന കുറച്ച് പാത്രങ്ങൾ കഴുകാം. ഇത്രയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇതിന് മുമ്പേ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചത് കൊണ്ട് ഇപ്പം ഇത്രേ ഉള്ളൂ. സമാധാനം. അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി.
അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് ഇക്ക പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ചോറുണ്ണാനായിട്ട് പോവാണ്. ചോറും ക്യാബേജ് ഉലത്തിയതും അച്ചാറും പപ്പടവും മീൻകറിയും. കുറേ പേര് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.